കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. അല്പം കൂടെ ഓളിയം കൂട്ടാം. ഹല്ലേലൂയ. പൊടിക്കൂടെ കൂട്ടും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മതി. ഹല്ലേലൂയ. മതി. ഒന്നുകൂടെ വായിച്ചു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി ഒന്നും ചെയ്യരുത്. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, മധ്യാഹ്ന വേളയ്ക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. ഇതിന് ശേഷമായിട്ട് ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കും അനുഗ്രഹമാക്കണം. അങ്ങയുടെ അഭിഷിക്തദാസന്മാരുടെ മേലും കൃപ ചൊരിയണം. എളിയവനെയും ശക്തീകരിച്ചാട്ട് പുത്രനെയും മഹത്വപ്പെടുത്തേണം. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ചാട്ടെ. മമകബലം സ്തുതിയായ യഹോവ. മമകബലം സ്തുതിയായ യഹോവ. ഹാർമോണിയുണ്ടാവും. അതിന്റെ ശബ്ദം കുറഞ്ഞിരിക്കണം. എന്റെ ശബ്ദം വേളയില്ല. മമകബലം സ്തുതിയായ യഹോവ. മമകബലം സ്തുതിയായ യഹോവ. അയവനെനിക്കുള്ള രക്ഷയും ദൈവവുമാം. ആകയാൽ അവനൊരു വാസസ്ഥലം ചമയ്പേൻ. പിതൃദേവനവൻ, ഞാനവനെ പുകഴ്ത്തി പാടും. പരമനു പരിചോട് ഞാൻ വരും. അവനു സതതം ജയ പാടും. പരമനു പരിചോട് ഞാൻ. പ്രവചിപ്പിച്ചു നൽകൽ പൂരത്തിലവരെ. പ്രവചിപ്പിച്ചു സൽപുരത്തിലവരെ. തോൽപ്പാർപ്പിനായി സ്ഥാപിച്ച ശുദ്ധ സ്ഥലത്തു തന്നെ. കേൾപ്പുള്ള നിന്നവകാശാൽപരാത്രി തന്നിൽ നിൽപ്പാനരുളും പവൻ സൽപാലകനായി വാഴും. പാടും. പരമനു പരിചോട് ഞാൻ വരും. അവനു സതതം ജയ പാടും. പരമനു പരിചോട് ഞാൻ വരും. അവനു സതതം ജയ പാടും. പരമനു പരിചോട് ഞാൻ. നമ്മുടെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഞാനും അനേക നാളുകൾക്ക് ശേഷമായിട്ട് ആ മാസയോഗം കൂടുന്നത്. സ്തോത്രം. ന്യൂ ഇന്ത്യ ദൈവസഭ വെള്ളറട സെന്ററിൻ്റെ ഈ മാസയോഗത്തിൽ എളിയവനും പ്രിയ സഹോദരന്മാർക്കും വന്ന് സംബന്ധിപ്പാനും നിങ്ങളോട് കൂടെ ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ, തുടർന്ന് അല്പസമയങ്ങൾ വചനം ശുശ്രൂഷിപ്പാൻ
ലഭിച്ച വിലപ്പെട്ട പദവിക്കായിട്ട് ദൈവത്തിന് മഹത്വം. ഇന്നത്തെ ഈ മാസയോഗത്തിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ എന്നെ ക്ഷണിച്ച ഈ സെന്ററിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ ഷിബുറാന്നി അവർകൾ, കൂട്ട് കർത്തദാസന്മാർ, ഈ സെന്ററിൽ മഹത്വമുള്ള വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഇപ്പോൾ പുതിയ സെന്റർ പാസ്റ്റർ, നമ്മുടെ സെന്റർ ഏതാ? നെയ്യാറ്റിൻകര സെന്റർ പാസ്റ്റർ, ഈ മാസയോഗത്തിലെ അധ്യക്ഷൻ ആദരണീയ കർത്തദാസൻ, കുട്ടനാട്ടിൽ എവിടെയാണാ പറഞ്ഞു? എടുത്തു. രണ്ടുപേരും അടുത്താന്നല്ലിരിക്കുന്ന കുട്ടനാട്ടുകാർ. അപ്പോൾ എന്നെ പോലെ തന്നെ കുട്ടനാട്ടിൽ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന മാന്യ കർത്തദാസന്മാർ ഈ ദേശത്ത്, വിശേഷിച്ച് ജോസഫ് കുട്ടി പാസ്റ്റർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നയാളാണ്. കർത്താവിന് മഹത്വം. മറ്റ് എല്ലാ കർത്തദാസന്മാർ, ദൈവത്തിന് മഹത്വം. ഇവിടെ ഗാന ശുശ്രൂഷ ചെയ്യുന്ന മാന്യ സഹോദരങ്ങൾ, മൈക്ക് ഓപ്പറേറ്റ്, നമ്മളെ നോക്കിയിരിക്കാൻ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മാന്യ സഹോദരൻ, ഈ മാസയോഗത്തിൽ വിവിധ സഭകളിൽ നിന്ന് ബദ്ധപ്പാടുകൾ ഉണ്ടെങ്കിലും വന്ന് സംബന്ധിക്കുന്ന ദൈവമക്കൾ, ഈ സ്ഥലം സഭയിലെ ദൈവമക്കൾ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. വിശേഷിച്ച് ഈ മാസയോഗത്തിൽ ദൂരസ്ഥലത്തിരുന്ന് പലരും നമ്മുടെ കൂടെ കൂടി ഈ യോഗത്തിന് കൂടുന്നുണ്ട്. ദൈവത്തിന് മകന് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്നവരിപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ നിന്ന് ഗോഷ്ഠിയൊന്നും കാണിക്കരുത്, വളരെ കണ്ണ് കാണിക്കുകയൊന്നും ചെയ്യരുതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ മാസയോഗത്തിൽ വീണ്ടും നമുക്ക് സംബന്ധിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ രാത്രിയിൽ ഇതിനടുത്ത് ഒരു സ്ഥലത്ത് ശുശ്രൂഷയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ശുഭപാസ്റ്ററുടെ ഭവനത്തിൽ വിശ്രമിപ്പാൻ ദൈവം കൃപ നൽകി. ഈ ദേശത്ത് വന്ന് വളരെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ഈ ദൈവദാസന്മാരെല്ലാവരും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും. അദ്ദേഹത്തിന് ശാരീരിക ക്ഷീണങ്ങൾ ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നയാളാണ്. എന്നാൽ അത് പ്രകടിപ്പിക്കുകയാകട്ടെ, പറയുകയാകട്ടെ, ആ പരുവത്തിനിരിക്കുകയാകട്ടെ ഒന്നും ചെയ്യാറുമില്ല. ദൈവത്തിൻ്റെ മഹത്വം. ആ ദൈവദാസനെ ഓർത്തും കുടുംബത്തെ ഓർത്തും മാതാപിതാക്കളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ ദേശത്ത് ഇവിടുത്തുകാരനായിട്ടാണ് പാർക്കുന്നത്. കർത്താവിന് മഹത്വം. നമ്മളെല്ലാവരും ഇവിടെ പാർക്കുന്നെങ്കിലും ഇവിടുത്തുകാരല്ല, അവിടുത്തുകാരാ. ഈ ചിന്ത സദാസമയവും നമ്മെ ഭരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. തിരുവചനത്തിൽ നിന്ന് ശാന്തമായിട്ട് ഈ പകൽ നമുക്ക് ഒന്ന് ധ്യാനിക്കാം. കർത്താവിന് മഹത്വം. അപ്പോൾ ഇന്ന് വൈകിട്ട് എനിക്ക് കൊട്ടാരക്കരയ്ക്കപ്പുറം കലയപുരത്ത് കൺവെൻഷനുണ്ട്. തോമസ് കിടങ്ങാലിൽ നടത്തുന്ന ആ സെൻറ്ററിൻ്റെ കൺവെൻഷൻ. അപ്പോൾ ഇന്ന് രാത്രി അവിടെ ശുശ്രൂഷിക്കണം. ഈ ദിവസങ്ങളിലൊക്കെ അല്പ തിരക്കുകളുണ്ട്. എന്നാലും ശുശ്രൂഷകൾക്കൊന്നും ഭംഗം വരുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അതിനായി സ്തോത്രം. അത് അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടും ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടുമാണ്. കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. എവിടെ പോവാ? പെട്ടെന്ന് പോയിട്ട് വാ. അപ്പോൾ ദൈവവചനത്തിൽ നിന്ന് ഈ പകൽ നമുക്ക് അല്പസമയങ്ങൾ ധ്യാനിക്കാം. അതിനാധാരമായിട്ട് വായിച്ചത് വളരെ പരിചിതമായ ഒരു വേദശകലമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. ഒന്നുകൂടെ വായിച്ചാട്ടെ. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. വളരെ പരിചിതമായ വേദഭാഗമാണ്. ഇവിടെ കസാര മുൻപിൽ 3 എണ്ണം കിടപ്പുണ്ട്. നിങ്ങൾ 3 പേര്, ചാരി നിൽക്കുന്ന പുള്ളിയും കൂടി ഇഞ്ഞ് പോര്, ഇങ്ങോട്ട് പോരാൻ. അവിടെ അങ്ങോട്ട് പോകുന്നു, ഓടുക. ഒരു 3 പേരോട് ഇഞ്ഞ് വന്നേര്. വാതക ഒരു 3 പേര് എടുക്കപ്പെട്ടോ? ഒരു 2 പേരൂടെ പോ. ഇവിടെ കസാരയുണ്ട്. ഒരാളൂടെ വാ. യോടി. എന്നാ ഇനിയും അവിടെ നിൽക്കുക. അയ്യോ, നമ്മളെ ഇല്ലേ ബത്തപ്പാടുകാരായിരിക്കും. ആട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ
വാക്യമാണ് ഇവിടെ വായിച്ചു കേട്ടത്. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളണം. ഞാൻ ആദ്യം എന്നെ പ്രതിയാക്കുക. പൗലോസ് പറഞ്ഞല്ലോ, ആ പാപികളിൽ എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ പ്രതി ഞാനാ. നമുക്കെല്ലാം ഓരോരോ തോന്നലുകളുണ്ട്, നമുക്കെല്ലാം ഉണ്ട്. അതെ, ഒന്നാമത്തെ പ്രതി ഞാനാ. ആത്മീക ലോകത്ത് ഞാനാണ് മിടുക്കൻ. അത് ചുമ്മാ ഇരിക്കുമ്പോൾ തോന്നുന്നതാണ്. ഇപ്പോൾ കൺവെൻഷൻ വേദികളിൽ തിളങ്ങി നിൽക്കുന്നയാള് ഞാനാ, തോന്നലാണ്. ഈ സെന്ററിൽ നന്നായിട്ട് വചനം പ്രസംഗിക്കുന്നത് ഞാനാ, ഓരോ തോന്നല. നമ്മളല്ല, പക്ഷെ നമുക്കങ്ങ് തോന്നുക. ഈ സഭയിലെ നമ്പർ 1 കുടുംബം ഞാനാ, നമുക്കങ്ങ് തോന്നുക. അങ്ങനെ ഓരോരോ തോന്നലുകൾ. ഇപ്പോൾ ഉള്ളതിൽ എനിക്കാണ് കൂടുതൽ വാക്യം മനപ്പാഠം അറിയാവുന്നത്, നമുക്ക് തോന്നല. ഏലിയാവിന് ഇങ്ങനൊരു തോന്നലുണ്ടായിരുന്നു, ഞാൻ ഒരുത്തം മാത്രം. അന്നേരം ദൈവം എന്നാ പറഞ്ഞേ? ഒന്നും വേണ്ടിയില്ലേ? ദൈവം എന്തെങ്കിലും പറയട്ടെ, നമുക്ക് എന്നാന്നായിരിക്കും. നീ അറിയാത്ത 7000 പേരപ്പുറമുണ്ട്. എനിക്ക് നിങ്ങൾക്കും എല്ലാം ഇങ്ങനെ തോന്നും, നമ്മൾ ആ മിടുക്കൻ, എന്നേക്കാൾ മിടുക്കൻ വേറെ ആരുമില്ല. പക്ഷെ നമ്മൾ അറിയാത്ത, ആരും അറിയാത്ത, ആരാലും അറിയപ്പെടാത്ത 1000 കണക്കിന് ദൈവമക്കളുണ്ട്. അപ്പൊ ഇങ്ങനെ തോന്നലുള്ള ആൾക്കാർ വളരെ ശ്രദ്ധിച്ചോണം, വീഴാതിരിക്കാൻ നോക്കിക്കോണം. ഇങ്ങനെയുള്ള തോന്നലും കൊണ്ട് നടന്നാൽ എവിടെയും നമ്മൾ വീഴും. നമ്മൾ അതിനെപ്പറ്റിയാ വീഴാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതാണ് ഇന്നത്തെ വിഷയം. സ്തോത്രം. ഇതിപ്പോ ന്യൂ ഇന്ത്യ സഭ ആയതുകൊണ്ട് അങ്ങനെ പറയാം. ന്യൂ ഇന്ത്യ സഭയിലെ ഏറ്റവും വലിയ പ്രസംഗിക്കുന്നയാൾ ഞാനാണ്, നമുക്ക് തോന്നലുണ്ടാകും. ന്യൂ ഇന്ത്യ സഭയിലെ നമ്പർ 1 സെൻട്രൽ പാസ്റ്റർ ഞാനാണ്. തമ്പിച്ചായന്റെ കാലം കഴിഞ്ഞാൽ ഇത് മുഴുവൻ എൻ്റെ ചുമലിൽ. നിങ്ങൾ പ്രയാസപ്പെടാതെ ഞാനങ്ങ് പറയല്ലേ. സ്തോത്രം. ഇപ്പോൾ ന്യൂ ഇന്ത്യയിലുള്ളതിൽ പരമവിശുദ്ധൻ ഞാനാണ്. അതൊക്കെ നമുക്കുണ്ടാകുന്ന തോന്നല. അങ്ങനെയുള്ള ഒരു കാര്യം ശ്രദ്ധിച്ചോണം, വീഴാതിരിക്കാൻ നോക്കിക്കോണം. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ, വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം, വീരപുമാൻകളിൽ വീണവരിൽ. കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങളിൽ വീണവരിൽ. യാഗേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം, സ്തുത്യർഹമേ തവ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മേക്കാൾ മിടുക്കന്മാർ, ശ്രേഷ്ഠന്മാർ, കഴിവുള്ളവർ, മികവുറ്റവരൊക്കെ വീണുപോയ ഒരാത്മീക ലോകമാണ്. അതുകൊണ്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കാം. ആ ഭാഗത്തേക്ക് വരാം. കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. ഈ 2 ലേഖനവും കൂടെ മൊത്തത്തിലൊന്ന് പഠിച്ചാൽ ലേഖനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വിശുദ്ധിയുടെ വേർപാടിന്റെ ഉപദേശം കൊടുക്കുക. വേർപാടിന്റെ ഉപദേശം.
ഇത് മാസയോഗമായതുകൊണ്ടും അഭിഷിക്ത ദൈവദാസന്മാർ ഉള്ള മാന്യ സദസ്സായതുകൊണ്ട് അവരോടുകൂടെ ചേർന്ന് ശുശ്രൂഷിച്ച് അവർക്കും എനിക്കുമുള്ള ചില ദൂതുകൾ കൊണ്ടാണ്. സഭയ്ക്കകത്ത് വേർപാടിന്റെ ഉപദേശം കർക്കശമായി പറയണം. അത് അത്യാവശ്യ കാര്യമാണ്. ഇപ്പോൾ ആത്മീക ലോകത്ത് വേർപാട് ഉപദേശം നന്നായിട്ട് പലരും പറയുന്നില്ല. അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, നന്നായിട്ട് അറിയാം. കാരണം സെക്രട്ടറിയുടെ മകള് ഒരു ചെറിയ കമ്മലിട്ടു, അപ്പൊ പിന്നെ അത് മിണ്ടാൻ ഒക്കത്തില്ല. പ്രഷാറിന്റെ പിള്ളേര് വഴിവിട്ടു, വിട്ട വിഷയങ്ങളൊന്നും പറയുന്നില്ല, അപ്പൊ ഇനി ആ കാര്യം മിണ്ടാൻ ഒക്കത്തില്ല. സഭയിൽ നല്ലതുപോലെ ദശാംശം തരുന്ന അച്ചായൻ ദേശത്തെ ഒന്നാം കിട ബ്ലേഡാ, അപ്പം 15-ാം സങ്കീർത്തനം മിണ്ടാൻ പറ്റത്തില്ല. അറിയാം, 15-ാം സങ്കീർത്തനം നമ്മുടെ പുസ്തകത്തിൽ ഇല്ലായിട്ടാണോ? 14 കഴിഞ്ഞ ഉടനെ കിടപ്പുണ്ട് 15, പക്ഷെ മിണ്ടാൻ മേല. മാതാപിതാക്കളെ അനാഥാലയത്തിലും മറ്റ് അഭയസങ്കേതത്തിൽ വിട്ട അച്ചായനും അമ്മാമയും സഭയിലെ നെടുന്തൂണ. അപ്പൊ പിന്നെ എഫേസ്യർ 6:1 ഒന്നും പറയാനൊക്കത്തില്ല. നിനക്ക് നന്മയുണ്ടാകണം, നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മേ അതും മിണ്ടാനൊക്കുകയല്ല. അപ്പൊ നമുക്കിത് വാക്യമില്ലാഞ്ഞിട്ടോ പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടോ അല്ല. ഞാൻ അവരോ സ്തോത്രം പറയുകയല്ല, നിങ്ങളെങ്കിലും എന്നോടുകൂടെ യോജിച്ച് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ എന്നാ ഒന്നിച്ച് അവന്റെ നാമത്തെ സ്തോത്രം. യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ച് പലരും സഭയിൽ വരുന്നില്ല, മിണ്ടാനൊക്കത്തില്ല. എങ്ങാനും പറഞ്ഞാൽ അതുകൂടെ പിന്നെ കാണുകയല്ല. ഈ 5 എങ്ങനെ ആ തപ്പിയും പുരക്കിയും തല്ലിയും പൊത്തിയും ഇവിടെ കൊണ്ടുവന്നെന്നുള്ളത് പണ്ടൊരാൾ പറഞ്ഞ പോലെ വാ കുരിയ വരു കുരിയ വാദപ്പടി മേലിരുകുരിയ അല്ല, പുറയിലൊരാളിരിക്കുന്ന പുള്ളിയുടെ കാര്യമല്ല, വാദപ്പടി ആളിനെ വിളിക്കുക, വാ കുരിയ വരു കുരിയ വാദപ്പടി മേലിരുകുരിയ, ചോറ് തരാം, പാല് തരാം, കല്യാണത്തിന് കാര്യം തരാം, തയ്യൽ മെഷീൻ തരാം അമ്മാമ്മ. ഈ പ്രാവശ്യം നമ്മുടെ സെന്ററിൽ നിന്ന് 3 മെഷീൻ കൊടുക്കുന്നുണ്ടെന്ന് അമ്മാമ്മയ്ക്ക്. ദുരിതാശ്വാസത്തിന്റെ ചില കിറ്റും പുതപ്പും എല്ലാം കൊടുക്കുന്നുണ്ട്, ബാ. അത് തെറ്റാന്നല്ല, നല്ലതാണ്. എന്ത് പരിശ്രമിച്ച 2 ഇതിനകത്ത് കൊണ്ടുവരുന്നേ. എന്തായാലും പിന്നെ ഉപദേശം പറഞ്ഞ ഉള്ളതുകൂടെ. അതുകൊണ്ട് ഈ ചിലയിടത്ത് പാസ്റ്റേഴ്സിന്റെ ഭാര്യമാരും പറയും, നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട, നിങ്ങളൊരു നല്ല മെസ്സേജ് പറഞ്ഞേച്ചങ്ങ് ഇരുന്നാൽ മതി, ഉമ്മ ഇത് കെട്ടിപ്പിറക്കി മാസാമാസം ഓടാനൊന്നും. വേറെ ഉപദേശം പറഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസ്ഫർ വരും. ചിങ്ങമരത്തി എന്ന് പറയും, പുള്ളി എന്നെ ഭയങ്കര ഒരു വല്ലാത്ത രീതിയിലാണ് പുള്ളിയുടെ സംസാരം, അതുകൊണ്ട് എങ്ങനെയും ഇവിടുന്ന് സ്ഥലം മാറ്റണം. ബേഡെടുക്കാൻ ഇവിടെ 6 അല്ല വെള്ളറടെ വന്നേ, ബേഡെടുക്കാം. കാസർഗോഡ് അവിടെ ഉപദേശം പറഞ്ഞാൽ അവിടുന്ന് തട്ടി കാസർഗോഡിന് ഇവിടെ വരുന്നതിന് എന്ത് ബന്ധപ്പാടാന്ന് ഓർത്തോണം അല്ലേ. പിന്നെ ഉപദേശം പറഞ്ഞ് ഇവിടുന്ന് ഇനി അടുത്തത് കന്യാകുമാരിയുടെ അങ്ങേ മൊനമ്പില്. അതുകൊണ്ട് ഈ സഹോദരിമാർക്കായി ഈ ട്രാൻസ്ഫറിന്റെ സമയത്ത് ബന്ധപ്പാട് ഇതെല്ലാം അടുക്കണം, പെറുക്കണം, കെട്ടണം. ഒരു ഗ്ലാസ് പോലും പൊട്ടുന്ന അവതുങ്ങൾക്ക് ഇഷ്ടമല്ല. അതെല്ലാം പേപ്പർ അതിനകത്ത് തിരികെ കയറ്റി മടക്കി ഇല്ലേ, പിള്ളക്കല്ല് വരെ കൊണ്ട് നടക്കുക. ഇപ്പൊ പിന്നെ എല്ലാവർക്കും മിക്സി ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഈ സഹോദരിമാര് പറയും, നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയേണ്ട, ഒരു നല്ലൊരു മെസ്സേജ് അങ്ങ് പറഞ്ഞ് എല്ലാവരും ഒന്ന് ഇളക്കിയ ചങ്ങിരുന്നാൽ മതി. വല്ലച്ചാതി 3 കൊല്ലം എങ്ങനെയും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇത് അഭിഷിക്തന്മാർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, വേറെ പുസ്തകത്തിൽ ഇത് ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ എങ്ങനെയും 2-3 കൊല്ലം ഞാൻ 1-ാം പ്രതി ഞാനാന്ന് തുടക്കം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നെ 1-ാം പ്രതി ആക്കണം. ഞാനതിന് ഈ മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. ഈ ദൈവദാസന്മാരിലാണെങ്കിലും ഒരു സിംഹഭാഗം ആൾക്കാർക്കും, എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുകയില്ല, അവർക്കും ഈ ശുശ്രൂഷയല്ല പ്രധാന വിഷയം. പലർക്കും
എങ്ങനെയും പിള്ളേരെ ഒന്ന് പഠിപ്പിക്കണം, വളർത്തണം, പിള്ളേർക്ക് ഒരു നല്ല ജോലി കിട്ടണം. ഒക്കുന്നെങ്കിൽ കാനഡയിലോ ന്യൂസിലൻഡിലോ അങ്ങനെയുള്ള തത്തുല്യമായ രാജ്യങ്ങളിലൊന്ന് പിള്ളേർ പോയി, ഇനി പിള്ളേരുടെ ഭാഷ, പിള്ളേർ നല്ല സെറ്റപ്പ് ആയി കഴിയുമ്പോൾ ഞാൻ സഭാ ചാർജ് വിടും. പിന്നെ പിള്ളേരുടെ കൂടെ അയർലൻഡ്, കാനഡ, ന്യൂസിലൻഡ്, എല്ലാവരുടെയും കാര്യമല്ല, നിങ്ങൾ എന്നെ തുറച്ചു നോക്കരുത്. ശൂല്യംകാരി പറയും പോലെ എനിക്ക് ഇരുനിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ തുറച്ചു നോക്കരുത്. സിംഹഭാഗം ആൾക്കാരും അതാ. അപ്പൊ അതുകൊണ്ട് ഒരു പൊത്തുപരുത്തത്തിലുള്ള ശുശ്രൂഷയാ പലരും ചെയ്യുന്നത്. നമ്മൾ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ, ഇപ്പം വിശ്രമ ജീവിതമാണ്. ഒത്തിരി ഓടിയതല്ല, ഇങ്ങനെ ഓടിയത് കൊച്ചുങ്ങളെ വളർത്താൻ. ഞാനെന്നാ ഇനി ആ ഭാഗം പറയുന്നില്ല, നമുക്ക് അതങ്ങ് വിട്ടേക്കാം. സ്തോത്രം, സ്തോത്രം. പോകുക നാം പോർവീരരായി രക്ഷകനേശുവിൻ പ്രിയജനമേ, രക്ഷാദൂതിൻ ഉണർവോടെ മുൻപോട്ട് പോകുക നാം രക്ഷാദൂതിൻ. അപ്പൊ ശ്രദ്ധിക്കുക, ദൂരത്തിരുന്ന് കേൾക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ അവരോട്, സുവിശേഷ വേലക്കാരോട് എനിക്ക് പ്രബോധിപ്പാനുള്ളത്, നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ പിള്ളേരെ നമുക്ക് ദൈവം തരുന്നതാ, ദൈവം ആയുസ്സും ആരോഗ്യം തരുന്നതാ, മക്കളെ യഹോവ തരുന്ന അവകാശ ഉദരബലം ദൈവം തരുന്ന അവരെ വളർത്തണം, പഠിപ്പിക്കണം. അതിനൊന്നും ഞാൻ എതിരല്ല. അതല്ല നമ്മുടെ മെയിൻ വിഷയം. നേതാവിനെ കണ്ട്, അല്ലെങ്കിൽ കൗൺസിൽ മെമ്പറിനെ കണ്ട്, അല്ലെങ്കിൽ തത്തുല്യമായ പദവിലിരിക്കുന്നവരെ കണ്ട് കാല് പിടിച്ചോ, ശയനപ്രദക്ഷിണം നടത്തിയോ, എന്തെങ്കിലും തിരുമുൽ കാഴ്ച കൊണ്ട് വെച്ചോ, ഒരു നല്ല സഭ മേടിച്ച് പിള്ളേരെ പഠിപ്പിച്ച് അവൻ മിടുക്കരാക്കി, മുമ്പേ പറഞ്ഞ പോലെ മറ്റൊരു വിദേശ രാജ്യങ്ങളിൽ അയച്ച്, അതിനൊന്നും ഞാൻ എതിരല്ല. അയച്ച് പിള്ളേരൊന്ന് സെറ്റപ്പ് ആകുമ്പോൾ ശുശ്രൂഷയെല്ലാം നിർത്തി. അതിനല്ല ദൈവം നമ്മെ വിളിച്ചത്. മരണം വരെ ശുശ്രൂഷിക്കണം. ആയുസ്സും ആരോഗ്യ ഓർമ്മയും കെൽപ്പും ഉണ്ടെങ്കിൽ അവൻ ജീവൻ പോകുന്നത് വരെ അവൻ ഈ മഹത്വമുള്ള വേല ചെയ്യണം. സ്തോത്രം, സ്തോത്രം. ഇവിടെ ഈ സുവിശേഷ വേലക്കാർക്ക് ഇവിടെ വിശ്രമമൊന്നുമില്ല. അങ്ങനെ ആരും ധരിക്കരുത്. അവനെല്ലാം വ്യായി കൊണ്ട് കണക്കുക. ഇപ്പൊ വിശ്രമമാണ്. ഇവിടെ എവിടാ വിശ്രമം? ലാസ്റ്റ് ആ ദാനിയേലിനോട് പറഞ്ഞത്, ഇനിയും പോയി നമ്മൾ പകുതി ആകുമ്പോഴേ വിശ്രമത്തിൽ കയറി ഒരു ഈട്ടിക്കട്ടിലും പണത് അമ്മമ്മോമിന്റെ മെത്ത് മേടിച്ചൊരു 4 തലയണയും വിശ്രമിക്കുക, ജീവൻ പോകുന്നത് വരെ. ഇതാകുന്നു വിശ്രമം, ഇതാകുന്നു സ്വസ്ഥത. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ വേർപാട് ഉപദേശം കർക്കശമായി സഭയ്ക്കകത്ത് പറയണം. വിശുദ്ധിയുടെ ഉപദേശം ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്നൊന്നും വരികയില്ല, എല്ലാവരും ചിലപ്പം സന്തോഷിച്ചെന്നും വരികയില്ല. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചപ്പം പറഞ്ഞു, നിങ്ങൾക്കുമൊക്കെ അറിയാം, ഈ ശരിയായ രീതിയിൽ പ്രസംഗിച്ച പ്രശ്നമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നോക്കിയാൽ ശരിക്കല്ലേ പ്രസംഗിച്ചത്? അത് മുഴുവൻ പ്രശ്നമായിരുന്നു. കൂക്കുവിളിയും കുറുക്കുവിളിയും, കല്ലെടുത്തെറിയുകയും, ഉടുത്തുണി പറിച്ച് കീറുകയും, കമ്പെടുത്ത് അടിക്കുകയും, കല്ലുകൊണ്ട് എറിയുകയും, എന്തെല്ലാം വൈതരണികളാണ്. തന്നെയല്ല, ഈ നന്നായിട്ട് പ്രസംഗിച്ചാലും ആൾക്കാർ പറയും, ഓ അയാൾ വിടുവായ പറയുന്നെന്ന്. അങ്ങനല്ലേ പൗലോസിനെ പറഞ്ഞു, ഈ വിടുവായൻ. അതേ പറഞ്ഞ മറ്റേ പുള്ളി നല്ല സ്റ്റാൻഡേർഡാ കേട്ടോ, പുള്ളി അല്ല കേട്ടിരിക്കും, നമ്മൾ നല്ല ഒരു സ്കോളറാ. മറ്റേതോ അയാൾ വിടുവായനാണ്, ചുമ്മാ ആവശ്യമില്ലാത്തല്ല. പൗലോസ് ആവശ്യമില്ലാത്തതെല്ലാം പറഞ്ഞു, പക്ഷെ സർട്ടിഫിക്കറ്റ് വിടുവായൻ. വേറൊരു ഭാഗത്ത് ഇവര് ഭൂലോകത്തെ കീഴ്മേൽ മറിക്കാൻ കലക്കുന്നു. ശരിക്കും പ്രസംഗിച്ചാൽ കലങ്ങും. പക്ഷെ ഞാനും നിങ്ങളും ആരും ശരിക്കും പ്രസംഗിക്കുന്നില്ലെന്നുള്ളതാ സത്യം.
ശരിക്കും പ്രസംഗിച്ചാൽ ഈ മാസികത്തിൽ ഇത്രയും പേര് ഇരിക്കുകയല്ല. അടുത്ത പെണ്ണുങ്ങളുടെ മാസികത്തിന് വരുത്തുമില്ല. ആട്ടെ, തന്നെത്താൻ ശോധന ചെയ്യട്ടെ. എന്തായാലും ഒരു കാര്യം മാന്യ ദൈവമക്കളോട് പറയാം, ദൈവദാസന്മാരോടും പറയാം, സഭയ്ക്കകത്ത് കർക്കശമായിട്ട് ഉപദേശം പറയണം. വേർപാട് ഈ കാള കളിച്ച് നടക്കുന്നതല്ല ദൈവസഭ. തോന്നുമ്പം വരിക, തോന്നുമ്പം പോകുക, തോന്നുന്നത് പോലെ ജീവിക്കുക, തോന്നുന്നത് പോലെ സംസാരിക്കുക, തോന്നുന്നത് പോലെ പ്രവർത്തിക്കുക, അതല്ല ദൈവസഭ. ദൈവസഭയ്ക്ക് പ്രമാണമുണ്ട്. അത് അതിന്റെ അടുക്കിലും ചിട്ടയിലും വേണം പോകാൻ. ആട്ടെ, ഭാഗം വിടുക. അപ്പൊ കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. 1-2 ലേഖനം. പ്രധാനപ്പെട്ട വിഷയം ദൈവമക്കളുടെ വിശുദ്ധീകരണവും വേർപാടും. ഞാൻ സാധാരണ കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഓടിച്ച് പറയാറുണ്ട്, 1-ാം അധ്യായത്തിൽ വിഷയം പക്ഷം പിടിക്കുന്നു. സഭയ്ക്കകത്ത് പക്ഷം പിടിക്കുക. അപ്പൊല്ലോസിന്റെ പക്ഷവും കേബാബിന്റെ പക്ഷവും പൗലോസിന്റെ പക്ഷവും മുഴുവൻ പക്ഷം പിടിക്കുക. സഭകൾക്കകത്തെല്ലാം പക്ഷം പിടിയല്ലേ, മിക്ക സഭകളിലും അങ്ങനെ. അത് ഒരു സമയം നല്ല മിക്കയിടത്തും പക്ഷം പിടിക്കുക. കാശുള്ളവരെല്ലാം കൂടെ ഒരു പക്ഷം, കാശില്ലാത്തവരെല്ലാം കൂടെ ഒരു പക്ഷം, വെളുത്തതെല്ലാം കൂടെ ഒരു പക്ഷം, കറുത്തതെല്ലാം കൂടെ ഒരു പക്ഷം, ഇരുനിറമെല്ലാം കൂടെ ഒരു പക്ഷം, വിളറിയതെല്ലാം കൂടെ വേറൊരു പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. സ്തോത്രം. ഞാൻ തമാശൊന്നും അല്ലേ പറയുന്നത്. തിരുവനന്തപുരത്തുള്ളവരെല്ലാം കൂടെ ഒരു പക്ഷം, കോട്ടയത്ത് നിന്ന് വന്നവരെല്ലാം കൂടെ ഒരു പക്ഷം, കിളിമാനൂരിൽ ഉള്ളവരെല്ലാം കൂടെ ഒരു തീരദേശത്തുള്ള ഉള്ളവരെല്ലാം കൂടെ ഒരു പക്ഷം, ഹൈ റേഞ്ചിലുള്ളവരെല്ലാം കൂടെ ഒരു പക്ഷം, ഇടനാടുള്ളവരെല്ലാം കൂടെ. നിങ്ങൾക്ക് മനസ്സിലാകാഴിയാണോ നിങ്ങളെല്ലാം കൂടെ ഒത്തോണ്ട് തന്നെ ആക്കുകയാണോ? എല്ലായിടത്തും പക്ഷം പിടിക്കുകയല്ലേ. യാക്കോബായി നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരെല്ലാം കൂടെ ഒരു പക്ഷം, കനാനായി നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവരെല്ലാം കൂടെ, എല്ലാവരുടെയും കാര്യമല്ല, ഒരു പക്ഷം, ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരെല്ലാം കൂടെ ഒരു പക്ഷം. എല്ലായിടത്തും പക്ഷമാണ്. ഇത് പാടില്ല. നാം ഒരപ്പത്തിന്റെ അംശങ്ങളാ. ക്രിസ്തു എന്ന ഏക ശരീരത്തിന്റെ അവയവങ്ങളാ. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? ഞാൻ എന്നെ 1-ാം പ്രതിയായിട്ട് ഞാൻ തുടക്കത്തിൽ അതാ പറഞ്ഞു. ഇന്ന് പ്രസംഗിക്കുമ്പം നിങ്ങൾ ഓർത്തണം, ആദ്യത്തെ പ്രതി പുള്ളിയാന്ന് ഓർത്തണം. അങ്ങനെ ഈ പ്രസംഗം കേൾക്കാവൂ, അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാകും. അല്ലെ മാസികം കഴിഞ്ഞ് പണ്ടൊരാൾ പറഞ്ഞ അടിയന്തരത്തിൽ വന്നേച്ച് മുടിയാന്തരമാകരുത്. അപ്പം ആദ്യത്തെ പ്രതി കാവാലമാന്ന് ചിന്തിച്ച് നിങ്ങൾ ഈ ദൂത് ഏറ്റെടുക്കാവും. 1-ാം പ്രതി ഞാനാ. സ്തോത്രം. വേട്ടമല പണ്ടൊരു പാട്ട് പാടി, ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിൽ ഒന്നാകും. ഇതിന്റെ ശബ്ദം വേണം, ഇത് ചിത്താത്ത. അതിന്റെ കാരണം ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴെല്ലാം പറയും, അത് വായിക്കാതിരിക്കരുത്, വളരെ താത്ത്. എന്നാൽ താൻ തന്നെ അങ്ങ് പാടിക്കോ എന്ന് ചിന്തിക്കരുത്, എൻ്റെ കൂടെ നിൽക്കണം. അപ്പം ഈ സംഗീത ശുശ്രൂഷയ്ക്കുള്ള പ്രമാണം ഞാൻ എപ്പോഴും പറയുന്നതാ, നിങ്ങൾക്കും അറിയാം. അത് ചിലർക്ക് അറിയത്തില്ല. പാട്ടിൻ്റെ ശബ്ദവും സ്വരവും മേളിൽ നിൽക്കണം. വാദ്യ ഉപകരണങ്ങളുടെ താളവും സ്വരമെല്ലാം താഴെ നിൽക്കാവും. അതാ വേദപുസ്തകത്തിൽ ഉപദേശം. ഡ്രമ്മ് വേണം, സൈഡ് ഡ്രമ്മ് വേണം, ഹാർമോണിയം വേണം, ഈ കീബോർഡ് വേണം, മൃദംഗം വേണം, എല്ലാ ഉപകരണവും സകല വാദിത്രങ്ങളുമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് ദൈവം ഇഷ്ടപ്പെടുന്നതാ. അല്ലൊരു പഴയ തമ്പേർ ആയിട്ട് ചില സഭയിൽ ചെന്ന ഒരു പഴയ തമ്പേറുണ്ട്, അടിക്കുന്നത് ഒരു വല്യപ്പൻ. അളി ഉമ്മ ഇരുന്ന് പൊത്തോ എന്നങ്ങ് അടിക്കുക. കാരണം ഈ സഭ തുടങ്ങിയ കാലം മുതൽ ഈ തമ്പേർ ഈ ചാക്കോച്ചൻ്റെ ഇല്ല. അളി കമ്പും തമ്പേറും ആർക്കും കൊടുക്കുകയില്ല. ഇനി ഇയാൾ ചാകാതെ വേറൊരുത്തരിത് കിട്ടുകയില്ല. അത് വെച്ചോ പൊത്തോ പതിനോ ടും 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 ടും. അതാണ് ആ പാട്ട്. ഇതെങ്ങാനും കയ്യിൽ നിന്ന് മേടിച്ചാൽ ഇയാൾ ഇവിടെ കിടന്ന് ഭൂലോക ബഹളോ ഉണ്ട്. അങ്ങനെ മിക്ക സഭയിലും പ്രശ്നം. അപ്പം അത് പാടില്ല. ഞാൻ സഭ ഇപ്പം മാസയോവാനോട് എല്ലാ സഭക്കാരുമല്ലേ. നമ്മുടെ സഭയിൽ ഓരോ ശുശ്രൂഷയ്ക്കും പ്രാപ്തരായവരുണ്ട്, അവരെ അതേൽപ്പിക്കണം. ചില സഭകളിൽ പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങുമ്പോൾ പാസ്റ്ററുടെ ഭാര്യ പാട്ട് പാടുന്നത്. പാസ്റ്ററുടെ ഭാര്യ പാട്ട് പാടാൻ സ്വരവും ട്യൂണും ഉണ്ടെങ്കിൽ അവർ പാടുന്നത് നല്ലതാ. നല്ല സ്വരവും നല്ല ട്യൂണുമാണെങ്കിൽ അവരെടുത്ത് പാടട്ടെ. എന്നാൽ ചില സഭകളിൽ പാസ്റ്റർമാരുടെ ട്യൂണുമില്ല, തള്ളയ്ക്ക് സ്വരവുമില്ല, ചുമ്മാ മാക്കറി കാറും പോലെ കാറുക, മൈക്കോട്ട് കൊടുക്കുകയില്ല.
അതിനകത്ത് നല്ല കഴിവുള്ള സഹോദരിമാരുണ്ട്, അവരുടെ കൊടുക്കുകയല്ല. ഈ തള്ള ചുമ്മാ ഇരുന്ന് എരുമ കാറും പോലെ ഇരുന്നങ്ങ് അത് പാടില്ല. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, പല ഇടങ്ങളിൽ നമുക്ക് പല കാര്യം അറിയാം. ആ സഭയിൽ നന്നായിട്ട് പാടാൻ കഴിവുള്ള മാന്യ സഹോദരിമാര് കാണും, അവരോട് പറയണം പാടിയാട്ടെ. അതല്ലേ എന്നിട്ട് ആ ശുശ്രൂഷയ്ക്ക് ഭംഗം വരികയല്ലോ. നമുക്ക് ശുശ്രൂഷ നന്നായിട്ട് നടക്കണം. തമ്പേർ അടിക്കാൻ നല്ല താളത്ത് തമ്പേർ അടിക്കുകയല്ല, തമ്പേർ വായിക്കുക എന്നാ പറഞ്ഞത്. അല്ല ടും നീ കൊട്ടിപ്പോകരുത്, നീ സഭയിരുന്ന് ചുമ്മാ നീ മെനക്കേട് ഒപ്പിക്കുക. ഞാനങ്ങ് മറന്നുപോയി. തിരുവനന്തപുരത്തിന് കോവളം സൈഡാ, ഞാൻ കൃത്യം സ്ഥലം മറന്നുപോയി. ഇതുപോലൊരു മാസയോഗത്തിന് ചെല്ലുക. ആ ഒരു മെയിൻ പാസ്റ്റർ തമ്പേരടിക്കുന്നത്, അങ്ങേർക്ക് താളോവില്ല ബോധവുമില്ല, ഒന്നുമില്ല. ആ സഭ വേറെ ഒത്തിരി പേരെടുപ്പുണ്ട്. ഞാനിവിടെ ഉണ്ട്. ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ ചുമ്മാ ടുണ്ടുണ്ടുണ്ട് ഞാനൊന്ന് നോക്കി. അപശ്രുതിക്ക് വായിക്കുന്ന മുഴുവൻ താളം അങ്ങ് പോവുക. എനിക്ക് അന്നേ ഈ വലിയ കഴിവൊന്നുമില്ലെങ്കിൽ ഈ താളം തെറ്റിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങ് അസ്വസ്ഥതയാ. എന്നാൽ ഇത് ആർക്കെങ്കിലും കൊടുക്കണ്ടേ, കൊടുക്കുകയില്ല. രണ്ടാമത്തെ പാട്ട് പാടിയപ്പോഴും ഇത് തന്നെ. പിന്നെ ഞാൻ വരുന്നിടത്ത് വെച്ച് കാണാൻ തുടങ്ങി. ഞാൻ ചെന്ന് പറഞ്ഞു, നോണ്ടി വെച്ച് ഞാൻ ഇനി തരാൻ പറഞ്ഞു. ഞാനായതുകൊണ്ട് പുള്ളി തന്നു. ഇല്ല, പുള്ളി ആർക്കും കൊടുക്കുകയില്ല. അതിന് മേടിച്ച് എനിക്ക് തിട്ട ഒരാളുണ്ടായിരുന്നു, പുള്ളി നന്നായിട്ട് തമ്പേർ വായിക്കും. അത് ഞാൻ തന്നെ എടുത്തുകൊണ്ട് അവൻ്റെ കൊടുത്ത് വായിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അന്ന് യോഗം കഴിഞ്ഞപ്പോൾ വിശ്വാസികൾ പറഞ്ഞു, അയ്യോ നല്ല അന്തരീക്ഷമായിരുന്നെന്ന്. ഉണ്ടാ, അത് കുറ്റമല്ല ഈ പറഞ്ഞത്. ഞാൻ പറയാനുണ്ട്, ചില വിഷയം പ്രസംഗിക്കാൻ ചിലർ എന്നെ വിളിക്കും, പാസ്റ്ററെ ഇന്നൊരാ വിഷയം. ഞാൻ പറഞ്ഞു അത് എന്നെ കൊണ്ടൊക്കത്തില്ല. ഇന്നയാളിനെ വിളിക്കുകയാണെങ്കിൽ പുള്ളി അത് നന്നായിട്ട് കൈകാര്യം ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുക്കും. ചിലർ പറയും പരസ്യോഗത്തിന്. ഞാൻ പറഞ്ഞു പരസ്യോഗത്തിന് ഞാൻ സാക്ഷ്യമൊക്കെ പറയാം. പരസ്യോഗം, കൺവെൻഷന്, ഉപവാസം ഇതെല്ലാം വ്യത്യാസമാണ്. അപ്പം അത് പരസ്യോഗത്തിന് എനിക്ക് അത്രയും പോരാ, ഇന്നയാളിനെ വിളിക്കുക. വേണം ഞാൻ വന്നൊരു പാട്ടൊക്കെ പാടാം, വലിയ ട്യൂണും സ്വരവും ഇല്ലെങ്കിലും ഒരു പരസ്യോഗത്തെ സംബന്ധിക്കുന്ന ഒരു പാട്ട് പാടാം, സാക്ഷ്യം പറയാം. പക്ഷേ പരസ്യോഗത്തിന് അത് കുറച്ചുകൂടെ ജ്ഞാനമുള്ളവർ വേണം. ഏതാ, ലോകപരമായിട്ടും അല്പം രാഷ്ട്രീയപരമായിട്ടും ലൗകികപരമായിട്ടും ഒക്കെ നല്ല അറിവ്, വാനശാസ്ത്രപരമായിട്ടും ഭൂഗർഭശാസ്ത്രപരമായിട്ടും പ്രകൃതിയെ പറ്റിയൊക്കെ നന്നായിട്ട് കഴിവുള്ളവരുണ്ട്. അപ്പൊ അവരതെല്ലാം കൂടെ ചേർത്ത് കോർത്തിണക്കി ആ സുവിശേഷം കൂടെ പറയുമ്പോൾ കാര്യം കേൾക്കും. അറിയാമേലത്ത് നമ്മൾ അവിടെ കിടന്ന് പണ്ടൊരാൾ പറഞ്ഞ പോലെ ആട്ടുംകാട്ട വന്നതാ കടലേക്ക് തന്നെയാന്ന് നമുക്ക് തിരിച്ചറിയാൻ മേല. രണ്ടും കൂടിയിട്ട് കറി വെക്കുക. അല്ല, ഞാനങ്ങ് ഓപ്പണായിട്ട് പറയുക.